പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് സമൂഹത്തിലേക്ക് വിളിച്ചു പറയുന്ന കാര്യങ്ങൾക്ക് വളരെ പരിമിതികളുണ്ട്. കാരണം അവരുടെ വാക്കുകളെ വളരെയധികം സൂക്ഷ്മതയോടെയാണ് പൊതുസമൂഹം നോക്കിക്കാണുന്നത്. അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ മുൻകാലങ്ങളിൽ നമ്മളോട് നൽകിയ സന്ദേശങ്ങളെക്കുറിച്ചും ഒപ്പം തന്നെ വാർണിങ്സിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോസിൽ ഈ ഇലക്ഷൻ അടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന വിവരങ്ങൾ. ആദ്യമായിട്ട് കേരളത്തിൽ പാർട്ടിക്ക് അതീതമായിട്ട് അതല്ലെങ്കിൽ ജാതിമത ഭേദമന്യേ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീമാൻ VS അച്യുതാനന്ദൻ, സഖാവ് VS. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് CPM കാരനായിരുന്നു എങ്കിൽ പോലും കേരള സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് വളരെയധികം സ്വാധീനമുണ്ടായിരുന്നു. സത്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പരിമിതിക്കുള്ളിൽ. ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു അദ്ദേഹത്തിൻ്റെ പരിമിതി എന്ന് പറയുന്നത് അദ്ദേഹം നമ്മളോട് പറഞ്ഞ കാര്യമാണ്. ലോകത്തിലാദ്യമായിട്ട്, അത് ഇന്നലെ അമേരിക്കൻ സർക്കാർ പോലും ആ പദം ഉപയോഗിച്ചു. അദ്ദേഹമാണ് ആദ്യമായിട്ട് ആ പദം ഉപയോഗിച്ചത്. നമ്മളോട് പറഞ്ഞ് ലവ് ജിഹാദ് നിലനിൽക്കുന്നു, ഇവിടെ യാന്ത്രികമായിട്ട് ഒരു ഇതുണ്ടാക്കി പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സമുദായങ്ങൾ, SDPI പോലെയുള്ള സമുദായങ്ങൾ ഇവിടെ മനുഷ്യർക്കിടയിൽ ഭീതി വിതച്ച് സ്ത്രീകളെ കൊച്ചു പെൺകുട്ടികളെ ഈ ഒരു ആകർഷണ വലയത്തിലാക്കി അവരെ ചതിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നു. നമുക്ക് ആദ്യമായിട്ട് എന്തുകൊണ്ട് VS അച്യുതാനന്ദൻ അങ്ങനെ ഒരു പ്രസ്താവന നടത്തി? കാരണം ഇത് പ്രത്യേകമായിട്ടുള്ളൊരു സമുദായത്തിന് നേരെ തിരിച്ചു വെച്ചിരിക്കുന്ന തോക്കാണ്. അദ്ദേഹം ഒരു പക്ഷേ ഇന്നത്തെ നേതാക്കന്മാരൊന്നും അത് പറയാൻ ധൈര്യപ്പെടില്ല. കാരണം വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞു. ഈ സമുദായത്തിനെതിരെ ആണെങ്കിൽ കൂടിയും ശ്രീമാൻ VS അച്യുതാനന്ദൻ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞു. അദ്ദേഹം സാധാരണക്കാരനല്ല. ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രിയും ആഭ്യന്തരം കൈയാളുന്ന കേരളത്തിലെ ഇൻ്റലിജൻസ് വിഭാഗം, രഹസ്യ പോലീസ് കൊടുക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വെറുതെ ഇരുന്ന ഒരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയം പറയല്ലായിരുന്നു. അത് രാഷ്ട്രീയം പറയുന്നുണ്ട് നമ്മുടെ നേതാക്കൾ, അവർ പറയട്ടെ. കാരണം രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ അതാണ്, അവർക്കത് അങ്ങനെ അപ്പുറത്തെ ഭാഗത്ത് തെറ്റാണ് ഇപ്പുറത്തെ ഭാഗത്ത് തെറ്റാണെന്നുള്ള പ്രസ്താവനകൾ പോലല്ല. കേരളത്തിലെ പോലീസ് ഇൻ്റലിജൻസ്, സൻകുമാറും അങ്ങനെയുള്ള വലിയ വമ്പന്മാരിരുന്ന ആ DGPയുടെ സ്ഥാനത്തൊക്കെ ഇരുന്നവർ കൊടുക്കുന്ന റിപ്പോർട്ട് എല്ലാ നേതാക്കന്മാർക്കും രാവിലെ ഒരു ഇൻ്റലിജൻസ് ബ്രീഫിംഗ് ഉണ്ട്. അതൊരു മുഖ്യമന്ത്രി ആണെങ്കിലും പ്രധാനമന്ത്രി ആണെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആണെങ്കിലും ഇൻ്റലിജൻസ് അതല്ലാണ്ട് അവരുടെ ബുദ്ധി കൊണ്ടല്ല അവർ പറയുന്നത്. ആ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് VS അച്യുതാനന്ദൻ പറഞ്ഞ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഇതുകൾ സംഘടിതമായിട്ട് അത് പല വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നുള്ള വോയിസ് ക്ലിപ്പുകളിൽ നമ്മളടക്കം കേട്ടിട്ടുള്ളതാണ്. നമുക്ക് പോയിട്ട് അന്യമതസ്ഥരിൽപ്പെട്ട സ്ത്രീ പെൺകുട്ടികളെ വളച്ചു കൊണ്ടുവന്നിട്ട് അവരെ, അത് ആഗോള ട്രെൻഡാണ്. കാരണം ഇത് നിങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ പുറം ലോകമൊക്കെ പോയി, കാരണം ഇന്ന് ഭൂരിപക്ഷം വോട്ട് ചെയ്യാൻ പോകുന്നവരും 80-90% ആ കേരളത്തിൻ്റെ ചുറ്റുപാടിലെ രാഷ്ട്രീയവും മതേതരത്വമൊക്കെ പറഞ്ഞ് നടക്കുന്നവരല്ലാതെ പുറമേക്കുള്ള അറിവുള്ളവർ ആ യാത്ര ചെയ്ത് അവിടെ നിന്നുള്ള മാധ്യമങ്ങളിൽ നിന്ന് പഠിച്ച് മാത്രമാണ് അത്തരത്തിലുള്ള കഴിവുകൾ നമുക്ക് ലഭിക്കുന്നത്. അത് കുറവാണ്. അപ്പോൾ ആ നിഷ്കു, അതായത് നമ്മുടെ ഭാഷയിൽ നിഷ്കുകളാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവരോട് ഈ സ്നേഹം, മതേതരത്വം, കാരണം സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ ഇന്നസെൻ്റാണ്, നിഷ്കളങ്കരാണ്. അതുകൊണ്ട് പേരിൽ അവരെ സ്വാധീനിക്കപ്പെടാനായിട്ട് മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും. അതിനിടയിൽ VS അച്യുതാനന്ദൻ പറഞ്ഞ വലിയൊരു വാണിംഗ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇവർ സംഘടിതമായി ശ്രമിക്കുന്നു. 2047 ഇന്ത്യയെ ഭരിക്കുമെന്ന് റാവുഫോ അതൊക്കെ പറഞ്ഞിരുന്നു. അത് നമ്മൾ ഭാഗ്യം കൊണ്ട് അവിടെ കുറച്ച് നട്ടുള്ള ആണുങ്ങൾ ഡൽഹിയിൽ ഇരിക്കുന്നത് കൊണ്ട് അതിനൊക്കെ ഒതുക്കി അങ്ങനെ പോകുന്നു. പക്ഷേ കേരളത്തിലെ സാഹിത്യത്തിൽ വലിയൊരു പ്രബുദ്ധ കേരളം വലിയൊരു കെണിയിലാണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ VS അച്യുതാനന്ദനാണ് ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ലവ് ജിഹാദും ഇരിക്കുന്നു. യാന്ത്രികമായിട്ട് അവരവരുടെ മതഗ്രന്ഥം കൊണ്ടൊന്നല്ല വരില്ല. അന്ന് വന്നാൽ അവർ പെടും. മതഗ്രന്ഥവുമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് അവർ വരാണെങ്കിൽ അവർക്ക് ഞാൻ ഒരു കാല് കഴുകി അവരെ തൊട്ട് വന്ദിക്കാൻ ഞാൻ. മതഗ്രന്ഥമായിട്ട് വരട്ടെ, അവരുടെ മതഗ്രന്ഥമായിട്ട് ഇപ്പോൾ ജാമിദ ടീച്ചർ, ആരിഫ് ഹുസൈൻ്റെ ഒക്കെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് കാണണം, സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. അതിൽ പറയേണ്ട ആ മതഗ്രന്ഥം അതിൽ ഞാൻ ഇടപെടുന്നില്ല. അത് അവർ പറയുന്നുണ്ട്, അത് നിങ്ങൾ കേട്ടാൽ മതി എന്താണ് ആ മതഗ്രന്ഥത്തിൽ പറയുന്നതെന്നുള്ളത്. അവർ മതഗ്രന്ഥമായിട്ടുള്ള വരാം, അവർ മതസൗഹാർദ്ദം സ്നേഹമായിട്ട് വരാം. അപ്പോൾ VS അച്യുതാനന്ദൻ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പച്ചയ്ക്ക് പറഞ്ഞു. ഇതാണ്, അതായത് നമ്മൾ സൂക്ഷിക്കണം. ലവ് ജിഹാദ്, പെൺകുട്ടികളെ നിങ്ങൾ വിദേശത്ത് പോയ ഒരു അർമേനിയക്കാരോട് ചോദിക്കും എന്താണ് അവരോട് ഈ സമുദായം, ഈ വിശ്വാസ പ്രമാണം. ആണുങ്ങളെ കൊല്ല, പെണ്ണുങ്ങളെയും സ്ത്രീകളെയും ചൂഷണം ചെയ്ത് പറ്റിച്ച് കബളിപ്പിച്ച് അവരുടെ കൂട്ടത്തിലേക്ക് ആക്കി ചാക്കിൽ പൊതിഞ്ഞ് വെക്കുക. ഇതാണ് ഈ മതം ലോകം മുഴുവൻ. ആ ട്രെൻഡാണ് കേരളത്തിൽ. VS അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി നിങ്ങളോട് തുറന്നു പറഞ്ഞു. ഇലക്ഷന് മുമ്പ് നിങ്ങളൊന്ന് ഓർമ്മ വയ്ക്കണം. ആൻ്റണി പറഞ്ഞു അന്ന് ആൻ്റണിക്ക് രാജിവെക്കേണ്ടി വന്നു. ആൻ്റണി പറഞ്ഞു മാറാട് കലാപത്തിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നല്ല MP മാരായിട്ട് കതറിട്ട് ബെൻസിൽ നടക്കുന്നുണ്ട് അവർ.
5-8 ഹിന്ദു സഹോദരങ്ങളെ വെട്ടിക്കൊന്ന് അതിൽ അവിടെ വ്യക്തമായ മതം നിലനിൽക്കുന്നു. അന്ന് ആൻ്റണിയുടെ ചങ്ക് പൊളിഞ്ഞിട്ട് അയാൾ പറഞ്ഞു, ന്യൂനപക്ഷങ്ങൾ സംഘടിതമായിട്ട് എന്നിൽ നിന്നും നേടുന്നു. അദ്ദേഹത്തിൻ്റെ പരിമിതിക്കുള്ളിൽ. കാരണം അങ്ങ് ഡൽഹിയിൽ മേഡം ഇരിപ്പുണ്ട്. മേഡത്തിൻ്റെ മകൻ അന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഒരു 10-25 വർഷം മുമ്പാണ്. അന്ന് ആൻ്റണി ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുക. എന്നെ മുഖ്യമന്ത്രിയെ ആഭ്യന്തരമന്ത്രിയെ പറഞ്ഞത് എന്നെ പിടിച്ചു കുലുക്കുന്നു, എന്നെ ന്യൂനപക്ഷങ്ങൾ സംഘടിതം. അതാര്യ ഈ മുസ്ലിം ലീഗിൻ്റെ അദ്ദേഹത്തിൻ്റെ മേലുള്ള, കാരണം അദ്ദേഹത്തിന് രാജിവെച്ച് പോകേണ്ടി വന്നു. ഒറ്റ വാക്കിൽ പോകേണ്ടി വന്നു. മേഡം വന്ന് കേരളത്തിലുണ്ട്. നിങ്ങളൊക്കെ ചരിത്രവും വാർത്തകളും നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം. വ്യക്തമായിട്ട് മേഡം വന്നു ഞാൻ രാജിവെക്കും, വളരെ പൈശാചികമായിട്ട് ഞാൻ രാജിവെക്കുകയാണെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി കയറിയിരുന്നു. കാരണം ഒരു മുഖ്യമന്ത്രി സ്ഥാനം എളുപ്പത്തിലെത്താൻ പറ്റുന്ന സ്ഥാനമല്ല. ഒരുപക്ഷെ വി എസ് അച്യുതാനന്ദനും ആൻ്റണിയൊക്കെ നമുക്കൊരു ഇതാണ്, ഒരു മാതൃകയാണ്. അവർ ആ ഒരു സ്ഥാനം അന്ന് വേണമെങ്കിൽ ആൻ്റണിക്ക് ബലം പിടിക്കും. ആൻ്റണിക്ക് ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാര്യം കള്ളന് കഞ്ഞി വെച്ചവനാണെങ്കിലും കള്ളനമ്പലും കുളനമ്പരുത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ തലമുറ BJP-യിലാണ്, അനിൽ ആൻ്റണി BJP-യിലാണ്. വ്യക്തമായിട്ട് AK ആൻ്റണി പറഞ്ഞു, നിങ്ങൾ സൂക്ഷിക്കണം. അന്ന് AK ആൻ്റണി ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മുഴുവനും വെള്ളപ്പള്ളി നടേശൻ്റെ കൂടിയോ അത് ഭൂരിപക്ഷ വിഭാഗത്തിന് വേണ്ടി അദ്ദേഹം കത്തോലിക്കനാക്കി എന്നൊക്കെ പറയുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മുഴുവൻ അങ്ങനെയായിരുന്നു. കാരണം അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. എന്ന് വിചാരിച്ചാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് AK ആൻ്റണി ഞാൻ ഇന്ന് കോൺഗ്രസ്സിൽ നിന്ന് പോവില്ല. കാരണം അദ്ദേഹം കെട്ടിപ്പടുത്ത അദ്ദേഹത്തിൻ്റെ കരിയർ എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹം ഡിഫൻസ് മിനിസ്റ്ററായി. ആ കരിയർ അദ്ദേഹം ജീവിതം മുഴുവനും ഇൻവെസ്റ്റ് ചെയ്ത് 50 വർഷം 34 വയസ്സിൽ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി, ചെറുപ്പത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചെറുപ്പത്തിൽ മുഖ്യമന്ത്രിയായ വ്യക്തി ആണ് AK ആൻ്റണി 34 വയസ്സിൽ. അപ്പോൾ അത്രയും ഇമേജ് ഉണ്ടാക്കിയെടുത്ത ആൾ ഞാൻ കോൺഗ്രസ് പാർട്ടി വിടാണ്, ഇവിടെ മുസ്ലിമുകൾക്ക് അടിമപ്പെട്ട് കൊടുക്കുന്നു പറഞ്ഞ് പോകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ AK ആൻ്റണി നിങ്ങളോട് വ്യക്തമായിട്ട് മാറാട് കലാപ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കണതാണ് ഇലക്ഷന് മുമ്പ്. പിന്നെ ഉമ്മൻചാണ്ടി ചെയ്തോ? ഉമ്മൻചാണ്ടി രഹസ്യമായിട്ട് ചെയ്തത്. ഇവർ രണ്ടാളും പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു. ഉമ്മൻചാണ്ടി രഹസ്യമായിട്ട് ചെയ്തത് ബിജു സലീം എന്ന ഒരു കള്ള സുഡാപ്പി പോലീസുകാരൻ, രഹസ്യ പോലീസുകാരൻ അത് പുറത്തു കൊണ്ടുവന്നു. മാധ്യമം എന്ന ഇന്ന് മീഡിയ വൺ നടത്തുന്ന ദിനപത്രത്തിന് ചോർത്തി കൊടുത്തു. എന്താ പറഞ്ഞത്? 270ഓളം കേരളത്തിലെ വ്യക്തികളുടെ ഇമെയിലും ഫോണൊക്കെ ഹാക്ക് ചെയ്ത് ഉമ്മൻചാണ്ടി ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി എന്ന നിലയിൽ നോക്കിക്കൊണ്ടിരിക്കുക ആരാ തീവ്രവാദത്തിന് ഇവിടെ കേരളത്തിൽ നിന്ന് കൊടുക്കണമെന്നുള്ളത്. കൂടെ കൈയിട്ട് നടക്കുന്ന മുസ്ലിം ലീഗ് നേതാക്കന്മാരാണ് അതിൽ കൂടുതലും. 270 265ഓളം ആ ചോർത്തിയത്. അത് ബിജു സലീം എന്ത് ചെയ്തു? ഇവിടെ ഒരു വർഗീയ ലഹള ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വെറും ഒരു പോലീസുകാരനായ കള്ള പോലീസുകാരൻ എന്ന് ആ ഒരു മതം എടുത്ത് അവിടെ കാണിച്ച് അത് പുറത്തേക്ക് കൊണ്ടുവന്ന് മാധ്യമത്തിന് ലിസ്റ്റ് കൊടുത്തു. മാധ്യമം ലിസ്റ്റ് അങ്ങോട്ട് ഇത് ചെയ്തു. കണ്ടോ, മുസ്ലിമുകളെ ചോർത്തുന്നു. അപ്പം ഉമ്മൻചാണ്ടിയുടെ വിശ്വാസം, അതായത് ഉമ്മൻചാണ്ടിയുടെ വിശ്വാസത്തിൻ്റെ ആ ഒരു സമൂഹത്തായത്തോടുള്ള വിശ്വാസമാണ് അന്ന് ബിജു സലീം നമുക്ക് പച്ചനെ തുറന്ന് കാണിച്ചു തന്നത്. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. 2-3 വർഷം മുമ്പ് ഞാനാണ് ആദ്യമായിട്ട് വഖഫ് എന്ന വിഷയം മുൻപത്ത് 610 കുടുംബങ്ങൾ അനുഭവിക്കുന്ന ഈ ഇസ്ലാമിക ഇതിൻ്റെ അധിനിവേശ ശക്തികളുടെ ആ ഒരു ഇത് ഞാൻ പുറത്തു കൊണ്ടുവന്നത് ഞാനാണ്. ഞാൻ ചെറിയവനാണ്, ഞാൻ വലിയ ചാനലുകാരനല്ല. എനിക്ക് ആരും ഒരു അറബിയോ ഒരു കള്ളപ്പണോ എനിക്ക് തരുന്നില്ല. വെറുതെ യൂട്യൂബിന് മുമ്പിലിരുന്ന് പറയുന്നുണ്ട് യൂട്യൂബ് എന്തെങ്കിലും തരുമെന്ന ഇതിൽ. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കതൊരു ഗുണം ചെയ്യും. ഇത് അറ്റ്ലീസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇലക്ഷന് മുമ്പ് കുറച്ച് ആൾക്കാർക്ക് നിങ്ങൾ വിശ്വസിക്കുന്നവർ ഇത് എന്നെ അടിച്ചമർത്താനായിട്ട് കുറേ, കാരണം ഞാൻ വളരാത്തതിനുള്ള കാരണം ഞാൻ സത്യം വിളിച്ച് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി സത്യം വിളിച്ച് പറയാം എന്ന് വിചാരിച്ച് ഒരു ഇസ്ലാമിക സഹോദരനെ പറ്റി ഞാൻ ഒന്നും പറയില്ല. എൻ്റെ നല്ല ചങ്ക് കൂട്ടുകാർ, ഏറ്റവും നല്ല സുഹൃത്തുക്കളൊക്കെ മുസ്ലിംസാണ്. അവരുടെ മതത്തെ പറ്റി, അവരുടെ ആ ഒരു തീവ്ര നിലപാടുകളെ പറ്റി ഞാൻ വിളിച്ച് പറയുക തന്നെ ചെയ്യുന്ന അവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്കറിയാം തന്നെ, ഞാൻ വിളിച്ച് പറഞ്ഞാൽ അവർക്ക് ദോഷം ചെയ്യില്ല എന്നുള്ളത് എനിക്കറിയാം. നല്ല സൗഹൃദം ഞാൻ കാത്തുസൂക്ഷിക്കുന്നത് ഒട്ടനവധി ഇസ്ലാമിക സഹോദരങ്ങളായിട്ട്. അവർ നല്ലവരാണ്, അവർ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ. എന്തെങ്കിലും നല്ലൊരു സമ്മാനം എനിക്ക് തരണമെങ്കിൽ അവരിൽ നിന്ന് എനിക്ക് തരാം. ആ സ്നേഹം ഞാൻ അനുഭവിച്ചൊരു വ്യക്തിത്വം തന്നെയാണ്. പക്ഷേ സംഘടിതമായിട്ടുള്ള ഇത്തരത്തിലുള്ള ദുഷ്പ്രവണതകൾ ഞാൻ അവരുടെ മുമ്പിലും തുറന്നു കാട്ടിയിട്ടുണ്ട് ഉള്ള കാര്യമായിട്ട്. അപ്പോൾ നിങ്ങൾ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഞാൻ ഈ വീഡിയോയുടെ ഒരു ഇതിലേക്ക് വരുമ്പോൾ, മാർ റാഫേൽ തട്ടിൽ കത്തോലിക്ക സഭയ്ക്ക് ഇന്ന് കേരളത്തിലുള്ളതിൽ ഏറ്റവും തലപ്പത്തിരിക്കുന്ന വ്യക്തിത്വം. മാർപ്പാപ്പയ്ക്ക് താഴെ മാർ റാഫേൽ തട്ടിൽ വളരെ മാന്യമായ വ്യക്തിത്വം. അദ്ദേഹം ഒരു സമൂഹത്തെ നയിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഞാനോ നിങ്ങളോ അദ്ദേഹത്തിൻ്റെ സമുദായത്തെ അംഗീകരിക്കണമെന്നില്ല. അത് താഴ്ന്നു പറയുന്നത്. കത്തോലിക്ക സഭ താഴ്ന്നു കേരളത്തിൽ ഇല്ലാണ്ട് ഇപ്പോൾ 25% ഉണ്ടായിരുന്നു, ഇപ്പോൾ 16%, 17-16% എത്തി നിൽക്കുകയാണ്. അത് കാരണം
കുട്ടികൾ അവസരങ്ങൾ തേടി വിദേശത്തേക്ക് പോകുന്നു, ജനനം ഇല്ലാതെ വരുന്നു. അതായത് ബാലഞ്ചേരി പിതാവൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ കുട്ടികളുണ്ടാക്കുക എവിടെ ഉണ്ടാക്കാനായിട്ട് അതൊന്നുമില്ല. അതൊന്നും നടക്കില്ല. അത് കത്തോലിക്ക സഭയിൽ നടക്കുന്ന കാര്യമില്ല. കാരണം അവർക്ക് ഒരു ഇത്. പക്ഷെ അദ്ദേഹം വഖഫ് മുനമ്പത്ത് വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്ക്, നമ്മൾ എന്നും വോട്ട് ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്യണമെന്നില്ല കേട്ടോ എന്ന് അദ്ദേഹം പറഞ്ഞു. അത്രേ അദ്ദേഹത്തിന് പറയാൻ പറ്റുള്ളൂ. കാരണം അദ്ദേഹത്തിന് അതല്ലെങ്കിൽ ഇപ്പോൾ അഥവാ പൊട്ടിത്തെറിച്ച് കോൺഗ്രസ് UDF ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ സമുദായത്തിന് അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായിട്ട് അദ്ദേഹം കാരണം ലോകസുഖങ്ങളെ വെടിഞ്ഞേറ്റ് അങ്ങനെ ഒരു ആത്മീയ മാർഗത്തിൽ പോയവനാണ്. കള്ളില്ല പെണ്ണില്ല, ഞാനിത് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു മദ്യവും മദിരാശയില്ലാതെ ഒരു ത്യാഗ ജീവിതം നയിക്കുന്ന വ്യക്തിത്വമാണ് ഞാൻ അദ്ദേഹത്തിന് ആൾ ദൈവമായിട്ടൊന്നും കാണുന്നില്ല. കാരണം ക്രിസ്തീയ വിശ്വാസത്തിൽ അങ്ങനെയുള്ളൊരു ഇതില്ല. അദ്ദേഹം ഒരു തലപ്പത്തിരിക്കുന്ന നല്ലൊരു വ്യക്തിത്വമാണ്. അദ്ദേഹം സ്വാധീനമുണ്ട്. അദ്ദേഹം പോയി കാണുന്നത് രാജീവ് ചന്ദ്രശേഖർ, മോഡി പോലെയുള്ളതാണ്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിലെ വർഗീയവാദിയായി. അദ്ദേഹം പറഞ്ഞു ഇടതിനോ വലതിനോ വോട്ട് ചെയ്യരുത് എന്ന് വ്യക്തമായിട്ട്. ഇതിലും കൂടുതലായിട്ട് ഈ 16% ഇന്നുള്ളതിൽ ഭയങ്കര സ്വാധീനമാണ് ഓരോ സീറ്റിലും. എന്നിരുന്നാൽ കൂടി ഇവർ എന്നും വോട്ട് ചെയ്ത് ഇടതിനും വലതിനും വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ കൂടി കത്തോലിക്കരിൽ 35-40% മേലെ BJPക്ക് വോട്ട് കിട്ടില്ല. ഈ BJPക്ക് വോട്ട് കിട്ടിയത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് മോഡി അമിത്ഷായും ഒന്നും പൈസ തരണില്ല കേട്ടോ, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ ഒന്നും പൈസ തരണില്ല, തുറന്ന് പറയണം. കാരണം ചിലർക്ക് അത് ഉരുണ്ട് കളിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് കേരളം നേരിടുന്ന വിപത്തിനെ നിങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ്. ഇതിനെ കൗണ്ടർ ചെയ്യാണ്ടെങ്കിൽ ഞാൻ പറയാം, ഇവർ കൗണ്ടർ ചെയ്യില്ല. കാരണം നമ്മൾ ഇതിന് കൗണ്ടർ ചെയ്യില്ല എന്ന് പറയാൻ കാരണം നിങ്ങൾ ഇതിൻ്റെ താഴെ വന്ന് കമൻസ് ഒരു പ്രത്യേക വിഭാഗം വന്നിട്ട് പച്ചത്തെറി പറയും. കാരണം അവർക്ക് കൗണ്ടർ ചെയ്യാൻ അറിയില്ല, കൗണ്ടർ ചെയ്യാൻ പറ്റില്ല. അവർ വളരെ ചെറുപ്പത്തിൽ അവർ ആ മതത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ, അവരുടെ ആ മതരസപ്പടത്തിനുള്ളിൽ പെട്ടുപോയിരിക്കുക. അവർക്ക് പോലും കണ്ണു തുറക്കുന്ന മുസ്ലിമുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് അവർക്ക് രഹസ്യമായി പറയാൻ പറ്റുള്ളൂ. കാരണം സംഘടിതമായിട്ടുള്ളൊരു ശക്തി എന്ന നിലയിൽ ഞാൻ പലപ്പോഴും പറഞ്ഞ മാതിരി പഹൽഗാമിൽ മുണ്ടുപൊക്കി മതം നോക്കി കൊന്നപ്പേ നിനക്ക് പോസ്റ്റ് ഇടാൻ പറ്റുമോ? ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിനക്കൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാൻ പറ്റും, ഇതെൻ്റെ മതത്തിൻ്റെ ഇതാണ്, ഇത് ചെയ്തത് വളരെ തെറ്റാണെന്ന് പറയില്ല അവർ. കാരണം അവരൊറ്റപ്പെട്ടു പോകും. ഞാൻ അവരെ കുറ്റം പറയല്ല, അവർ ഒറ്റപ്പെട്ടു പോകും. ആ സമൂഹത്തിൻ്റെ ഉള്ളിൽ, സമുദായത്തിൻ്റെ ഉള്ളിൽ ഒറ്റപ്പെട്ടു പോകും. ഞാനൊക്കെ വിളിച്ച് പറയുന്നത് വളരെ റിസ്ക് എടുത്താണ്. ഇപ്പോൾ കള്ളപ്പാതിരിമാരെ പറ്റിയോ കള്ള സന്യാസിമാരോ എല്ലാവരും പറ്റി പറയും. ഇപ്പോൾ BJPക്ക് അനുകൂലമായിട്ട് ഞാൻ പറയുന്നുണ്ടെങ്കിൽ പോലും അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ പറയുന്നവരെ പറ്റി ഞാൻ ശശികല ടീച്ചറായാലും ആരായാലും ഞാൻ പറയും. പക്ഷേ ഇപ്പം ഇന്ന് BJPക്ക് രാജീവ് ചന്ദ്രശേഖരൻ എന്നൊരു വലിയ വ്യക്തിത്വം കേരളത്തിലുണ്ട്. എനിക്ക് വളരെയധികം ആശ നൽകുന്ന ഒരു ഇതാണ്. അപ്പോൾ മാർ റാഫേൽ തട്ടിൽ കത്തോലിക്ക സഭത്തോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്യരുതെന്ന്. അദ്ദേഹത്തിന് അത്രേ പറയാൻ പറ്റുള്ളൂ. അത് വെച്ച് എല്ലാ ദിവസവും ഇരുന്നിട്ട് അദ്ദേഹം ഇരുന്ന് പറയാൻ പാടില്ല, മോനെ അവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെൺപിള്ളേരെ കടിച്ചിട്ട് പോകും. ഇന്ന് വരെ കത്തോലിക്ക, അതായത് തൃശ്ശൂരൊക്കെ പിടിച്ചടക്കി കഴിഞ്ഞു. ഈ ഒരു അത് കള്ള കാപ്പറ്റത്തിക്കൂടെയാണ് അവർ പിടിച്ചടക്കുന്നതെന്നുള്ളതാണ് ഞാനിതിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും എൻ്റെ വകയായിട്ടും കൂടി ചേർക്കണം. ഈ പ്രമുഖ വ്യക്തിത്വങ്ങൾ VS അച്യുതാനന്ദൻ, AK ആൻ്റണി, ഉമ്മൻചാണ്ടി ചെയ്തത്, അതായത് ഇൻ്റലിജൻസിൽ 270 ആളുടെ വിവരങ്ങളും ഇമെയിലും ഫോണും ചോർത്തിയിൽ 250-260 ആൾ തോളിൽ കൈയിട്ട് കിടക്കണ പാണക്കാട് തൊട്ടുള്ള ആ വ്യക്തികളാണ്. മാധ്യമത്തിലെ ബിദു സലീം അത് നമ്മളോട് പറഞ്ഞു, മാധ്യമത്തിന് ചോർത്തി കൊടുത്ത് മാധ്യമം അത് ആഘോഷിക്കാൻ നോക്കി, തിരിച്ചടിച്ചു, അവനുള്ളിൽ പോയി. അപ്പം പറഞ്ഞിട്ടുണ്ട്, ഇനി ആരാ ഇത് മാർ റാഫേൽ തട്ടിൽ കത്തോലിക്ക വിഭാഗത്തോടെ ഞാൻ പറയണേ. പിന്നെ ഈ പറഞ്ഞ സുകുമാരൻ നായർ, ഇപ്പം നായർ കത്തോലിക്ക വിഭാഗത്തിൽ മാർ റാഫേൽ തട്ടിൽ സുകുമാരൻ നായർ, NSSൻ്റെ നായർ സമൂഹത്തിൻ്റെ ഉണ്ട്, SNDPയുടെ വെള്ളോപ്പള്ളി ഉണ്ട്. ഇവരൊക്കെ ആരുടെ കൂടിയാണ്? എന്നിട്ട് പോലും അവർക്ക് ഇത്രയും ഭൂരിപക്ഷ സമുദായം, ഇവർ മൂന്നാളും കൂടി കഴിഞ്ഞാൽ ഒരു 70% കേരളമായി. 70% കേരളം. എന്നിട്ട് പോലും ഇവരെല്ലാവരും സുകുമാരൻ നായരെ ഇപ്പോൾ ഇടതുപക്ഷം ഒരു ചെറിയ രീതിയിൽ, കാരണം ഞാനിപ്പോൾ നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതാണ് നല്ലത്, ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുക. എന്നാൽ കൂടി ഞാൻ പറയാം, സുകുമാരൻ നായർ ഒരു ട്രാപ്പിൽ പെടുത്തിയിട്ട് ഇവിടെ കൊണ്ട് വരുത്തിയേക്കുന്നത് കമ്മ്യൂണിസ്റ്റ്, അല്ലെങ്കിൽ അദ്ദേഹം BJP പോയേനെ. ഇപ്പോൾ വെള്ളപ്പള്ളി നടേശനായാലും അവർക്കൊക്കെ ഇതുണ്ട്, അവരെ ഭീഷണിപ്പെടുത്താവുന്ന രീതികളിലുള്ള ഈ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ എന്നാൽ കൂടി ഇടതുപക്ഷത്തിൻ്റെ കൂടിയാണ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ തുഷാർ വെള്ളപ്പള്ളി അത് BJPയുടെ ഉണ്ടെങ്കിൽ കൂടി, എന്നിരുന്നാൽ കൂടി നിങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്താൽ നിങ്ങൾ ചതിയിലേക്ക് ചെന്ന് ചാടുന്നതിന് തുല്യമാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം.